നമസ്കാരം. രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വിമാന ദുരന്തമുണ്ടാക്കിയ വിഷമം അത് വലുത് തന്നെയാണ്. തീർച്ചയായിട്ടും രാജ്യം ഒന്നടങ്കം വളരെ വേദനയിലായിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടം ഇപ്പോഴും അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്ന് നിർണായകമായ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. മുംബൈയിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം മുംബൈയിലേക്ക് തിരിച്ചു പറക്കുകയാണ്. യാത്ര തിരിച്ചു 3 മണിക്കൂറിന് ശേഷം വിമാനം തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതായത് സാങ്കേതിക തകരാറ് കണ്ടെത്തി അതിനെ തുടർന്നാണ് വിമാനം തിരിച്ചു പറക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും വ്യക്തമായ ഒരു വിവരം കിട്ടേണ്ടതായിട്ടുണ്ട്. പുലർച്ചെ പുറപ്പെട്ട AIC 219 എന്ന വിമാനമാണ് മുംബൈയിലേക്ക് തിരിച്ചിറക്കുന്നത്. ഫ്ലൈറ്റ് റഡാറിലെ വിവരങ്ങൾ പ്രകാരം വിമാനം തിരിച്ചു പറക്കുന്നതായി സ്ഥിരീകരണമുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വിമാനങ്ങൾ പറന്നു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും സാങ്കേതിക തകരാറുകൾ കണ്ടെത്തുക. അപ്പോൾ തിരിച്ചിറക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. കുറേ വാർത്തകൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം തിരിച്ചിറക്കുന്നതും പ്രത്യേകിച്ച് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കും പലപ്പോഴും സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം വിമാന അപകടം എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്താണ് കാരണം, അതിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് കാരണം എന്നതിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം, അതായത് മുംബൈയിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം മുംബൈയിലേക്ക് തന്നെ തിരിച്ചു പറക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വിമാനം സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്യട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ വിമാന കമ്പനി അധികൃതർ തന്നെയാണ് ഈ ഒരു വിഷയത്തിലൊരു ഗൗരവം കാണിക്കേണ്ടത്. വിമാനങ്ങൾ അത് പറക്കാൻ ബന്ധപ്പെട്ടവരുടെ ഒരു വീഴ്ച ചിലപ്പോൾ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമാകും എന്ന തരത്തിലേക്ക് നീങ്ങാറുണ്ട്. എത്രയോ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സാങ്കേതിക തകരാറുകൾ വിമാനത്തിൽ കണ്ടെത്തുന്നത്, അത് പറന്നു തുടങ്ങിയതിന് ശേഷം അത്തരത്തിൽ കണ്ടെത്തുന്നത്. ഇത്തരത്തിലുള്ള വീഴ്ചകൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ വിമാന അപകടം ലണ്ടൻ ലക്ഷ്യമാക്കി പറക്കാനുള്ള ടേക്ക് ഓഫിന് ശേഷം സെക്കൻഡുകൾക്കുള്ളിലാണ് എയർ ഇന്ത്യയുടെ AI-171 എന്ന വിമാനം അഹമ്മദാബാദിൽ തകർന്നു വീണത്. പറന്നുയർന്ന നിമിഷം വിമാനത്തിന്റെ സഹ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് മെയ്ഡേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മെയ്ഡേ മുന്നറിയിപ്പ് എന്നാൽ അപകടം, സഹായിക്കൂ, ഒരു അപകടമുണ്ട്, സഹായിക്കണം എന്ന രീതിയിലുള്ള ഒരു സന്ദേശം. അതിനുശേഷം ബന്ധം നഷ്ടപ്പെട്ടു. വിമാനം തകർന്ന് തരിപ്പണമായി നിന്ന് കത്തുകയായിരുന്നു. ആകാശത്ത് തീഗോളമായി കത്തി എരിയുകയായിരുന്നു. ബോയിങ് 787 ഡ്രീം ലൈനർ എയർക്രാഫ്റ്റാണ് ഇന്നലെ ഉച്ചയ്ക്ക് 1:40 അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ തകർന്നു വീണത്. 240 പേർ വിമാനത്തിലുണ്ടായിരുന്നു. 230 യാത്രക്കാരും 10 ക്രൂ അംഗങ്ങളും 2 പൈലറ്റുമാരും അടക്കമാണ് 240ഓളം യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ആകെ 8200 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ക്യാപ്റ്റൻ സുമീത് സഫർവാൾ ആയിരുന്നു വിമാനം നിയന്ത്രിച്ചിരുന്നത്. വിമാനം തകർന്നു വീണത് കെട്ടിടത്തിന്റെ മുകളിലേക്കാണ്. തകർന്നതിന് പിന്നാലെ വിമാനത്തിൽ തീ പിടിച്ചു. പ്രദേശമാകെ പുക നിറഞ്ഞു. മാത്രമല്ല ഇതൊരു ഹോസ്റ്റലിലേക്കാണ് ഇടിച്ചു കയറിയത്. അവിടുത്തെ കുറച്ച് കുട്ടികൾ, അവർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും രാജ്യം കണ്ട നടുങ്ങിയ ഒരു സംഭവമാണിത്. പ്രത്യേകിച്ച് ലോക രാജ്യ നേതാക്കന്മാരെല്ലാം സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി, നടുക്കം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. അഹമ്മദാബാദ് ഫയർ ആൻഡ് എമർജൻസി സർവീസസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിമാന അപകടത്തെക്കുറിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും പോലീസ് കമ്മീഷണർമാരും സംസാരിക്കുകയും ചെയ്തു. വേണ്ട സഹായം നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. എയർ ഇന്ത്യയുടെ ബോയിങ് 7878 ഡ്രീം ലൈനർ വിമാനം ഇടിച്ചിറങ്ങിയ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ചില വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ അഹമ്മദാബാദിൽ വിവിധ ആശുപത്രികളിലെ ചികിത്സയിലാണ്. അപകടത്തിൽ മരണപ്പെട്ടവരുടെ DNA സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചത് ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ്. DNA ടെസ്റ്റ് അടക്കം നടത്തിയ ശേഷം മാത്രമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ. വിമാനത്തിൽ ഉണ്ടായിരുന്ന 242 പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു വിമാന അപകടമുണ്ടായപ്പോൾ എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ.
വിമാനം തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന പലരും മരിക്കുകയുണ്ടായി. പ്രദേശവാസികളും 5 മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് മരിച്ചത്. അപകടത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇന്ത്യൻ വംശജനും ബ്രിട്ടീഷ് പൗരനുമായ രമേശ് വിശ്വാസ് കുമാർ മാത്രമാണ് അപകടത്തിൽ നിന്നും രക്ഷ നേടിയത്. എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അപകട കാരണം എന്താണ്? അതിപ്പോഴും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. കൃത്യമായ ഒരു ഉത്തരം ഇതിൽ കിട്ടിയിട്ടില്ല. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് ഏറെ ആശ്വാസകരം. എന്തായാലും വിമാനത്തിലെ പിൻഭാഗത്തെ ബ്ലാക്ക് ബോക്സ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. മുൻഭാഗത്തെ ബ്ലാക്ക് ബോക്സിനായി തിരച്ചിൽ നടത്തുന്നുണ്ട്. അന്വേഷണത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഒരു സമിതി രൂപീകരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് കേന്ദ്രം ഇപ്പോൾ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും സമിതി അന്വേഷിക്കും, എന്താണ് അപകട കാരണം എന്ന് കണ്ടെത്തുകയും ചെയ്യും. വ്യോമയാന സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ കേന്ദ്രം പഠനം നടത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വ്യോമയാന സുരക്ഷ അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ്. ഒരുപാട് അപകടങ്ങൾ ഇത്തരത്തിൽ, അതായത് അപകടത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ സാങ്കേതിക തകരാറുകൾ കണ്ടെത്തി വിമാനങ്ങൾ ഡിലേ ആകുന്നു, അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഈ സാങ്കേതിക പിഴവുകൾ കണ്ടെത്തുന്നു, പെട്ടെന്ന് തന്നെ അടിയന്തര ലാൻഡിംഗ് നടത്തുന്നു, വിമാന സർവീസുകൾ വൈകുന്നു. ഈ ഒരു കാരണത്താൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് അഹമ്മദാബാദിൽ ഒരു വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ ആകാശത്ത് നിന്ന് കത്തിയത്. തീർച്ചയായിട്ടും വ്യോമയാന സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യതയിലേക്ക് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട്. DCA അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണത്തിന് US ബ്രിട്ടീഷ് ഏജൻസികളുടെ സഹായവും ഇന്ത്യ തേടുന്നുണ്ട്. US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് ബ്രിട്ടനിൽ നിന്ന് എയർ ആക്സിഡൻസ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചും അന്വേഷണത്തിന് സഹായം നൽകും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:39 അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ വിമാനം നിമിഷങ്ങൾക്കകമാണ് വിമാനത്താവളത്തിന് സമീപമുള്ള ജനവാസ കേന്ദ്രത്തിൽ ഇടിച്ചിറങ്ങിയത്. 169 ഇന്ത്യക്കാരും 52 ബ്രിട്ടീഷ് പൗരന്മാരും 7 പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെയുള്ള 241 പേരും അപകടത്തിൽ മരിച്ചിരുന്നു. പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തകർന്നു വീണ എയർ ഇന്ത്യയുടെ ബോയിങ് 7878 ഡ്രീം ലൈനർ വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നാണ് നിലവിലെ വിലയിരുത്തൽ. വ്യക്തമാകേണ്ടതുണ്ട് അന്വേഷണത്തിലൂടെ. ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങളും അപകട കാരണം സംബന്ധിച്ച് സാങ്കേതിക പരിശോധനകൾക്കു ശേഷം കിട്ടുന്ന വിവരങ്ങളും പുറത്തുവരുന്നതോടെ മാത്രമേ എന്താണ് ശരിക്കും ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. വിമാനം പറന്നുയർന്നതിന് പിന്നാലെ എയർ ട്രാഫിക് കൺട്രോളിന് കിട്ടിയ മെയ്ഡേ കോൾ അത് വിമാനത്തിന്റെ സാങ്കേതിക തകരാറ് സംബന്ധിച്ച മുന്നറിയിപ്പായിരിക്കാം എന്നാണ് വിലയിരുത്തൽ. ഈ ഒരു അപകടത്തിൽ മലയാളിയായ രഞ്ജിത ഗോപകുമാറും മരിച്ചു. അത് മലയാളികൾ കേരളത്തിനെ സംബന്ധിച്ചും ഒരു വിങ്ങലായി മാറിയിരിക്കുകയാണ്. ബ്രിട്ടനിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്ന രഞ്ജിത പത്തനംതിട്ട പുല്ലാട് സ്വദേശിയാണ്. 3 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്നതിന് ശേഷം ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു രഞ്ജിത. മാത്രമല്ല ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി. ഈ മരിച്ചവരുടെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പതുക്കെ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് അവരുടെയൊക്കെ അവസാന വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ വളരെ വിങ്ങലായി പ്രചരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.